എത്ര മണിക്കാണ് ഞാൻ ഇവിടെ നിർത്തേണ്ടത്? അപ്പം നിർത്തണം. ഓക്കെ. ഗുഡ് ഗുഡ്. ഓക്കെ ഫൈൻ. ഞാൻ പറഞ്ഞ സാധനം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയ നിറഞ്ഞ സഹോദരങ്ങളെ, റമദാൻ മാസത്തിൽ ബദറിൻ്റെ ദിവസമായി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അനുസ്മരിക്കുന്ന ഒരു ചരിത്രം സംശയമില്ല, അത് ബദർ ചരിത്രം തന്നെയാണ്. മക്കയിലുണ്ടായിരുന്ന ശത്രുക്കളായിട്ടുള്ള ആളുകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും മക്കയിൽ ജീവിക്കാൻ സമ്മതിക്കാതെ ഏറെ പ്രയാസങ്ങളും പീഡനങ്ങളുമൊക്കെ അനുഭവിച്ച് മക്കയിൽ നിന്നും പലായനം ചെയ്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അനുയായികളുടെയും ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്, കേട്ടറിഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് പ്രവാചകന് അവിടം വിട്ട് മദീനയിലേക്ക് പോകേണ്ടി വന്നു? മക്കയിൽ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കാൻ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന ആ ഒരു സന്ദേശം മറ്റുള്ള ആളുകൾക്ക് കൈമാറുന്നതിൽ ഏറെ അസഹിഷ്ണുത കാണിച്ച മക്കയിലെ മുശ്രിക്കീങ്ങളായിട്ടുള്ള ആളുകൾ, അത് പ്രചരിപ്പിക്കുന്ന ആളുകളെ, അത് ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകളെ ഏറെ പ്രയാസപ്പെടുത്തുകയുണ്ടായി. സ്വതന്ത്രം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിനെ നിർഭയത്വത്തോടുകൂടി ആരാധിക്കുന്നതിനു വേണ്ടി ആ സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഒരു പ്രദേശത്തേക്ക് പലായനം ചെയ്യാൻ അള്ളാഹുവിൽ നിന്നുള്ള കൽപ്പന വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഹമ്മദ് നബിയും അദ്ദേഹത്തിൽ വിശ്വസിച്ച കൂടെയുണ്ടായിരുന്ന അനുചരന്മാരും മക്ക വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്തത്. അതിനുശേഷം വളരെ സ്വതന്ത്രമായി കൊണ്ട് തന്നെ നിർഭയത്വത്തോടുകൂടി മദീനയിൽ ജീവിക്കാൻ മക്കയിലുണ്ടായിരുന്ന ബഹുദൈവാരാധകരായ മുശ്രിക്കുകളായിട്ടുള്ള ആളുകൾ സമ്മതിച്ചില്ല. അവർ പ്രവാചകനെ എന്നേക്കുമായിട്ട് നശിപ്പിക്കാൻ വേണ്ടി ഒരു വലിയ സൈന്യവുമായി, 1000-ഓളം വരുന്ന സൈന്യവുമായി മദീനയെ ലക്ഷ്യമാക്കിക്കൊണ്ട് അവർ വന്നു. ഈ വിവരമറിഞ്ഞ പ്രവാചകനും കൂടെയുണ്ടായിരുന്ന ഏതാനും അനുയായികൾ, 300 ചില്ലാനം അനുയായികൾ, അവർ ബദർ എന്ന് പറയുന്ന പ്രദേശത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ മക്കയിൽ നിന്നും പുറപ്പെട്ടിട്ടുള്ള ശത്രുക്കളായ എതിരാളികളായിട്ടുള്ള ആളുകളെ പിടികൂടാൻ, അവരുമായി നേർക്കുനേരെ ഒരു യുദ്ധം നടത്താൻ മദീന എന്ന് പറയുന്ന സ്ഥലം ഒഴിവാക്കി മദീനക്കടുത്തുള്ള ബദർ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് നീങ്ങി. ആ ഒരു യുദ്ധത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിയായ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്ന വിളിപ്പേരുള്ള ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ പിതാവിനോടൊപ്പം യാത്ര ചെയ്യുകയാണ്. ആ യാത്ര ചെയ്യുന്ന വേളയിൽ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനെയും അദ്ദേഹത്തിൻ്റെ പിതാവിനെയും മക്കയിലെ ശത്രുക്കളായിട്ടുള്ള ആളുകൾ പിടികൂടുകയാണ്. പിടികൂടിയ സന്ദർഭത്തിൽ അവരോട് ചോദിച്ചു, നിങ്ങൾ മുഹമ്മദിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണോ പോകുന്നത്? നിങ്ങൾ ഞങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടാണോ പോകുന്നത് എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, അല്ല, ഞങ്ങൾ മദീനയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പോകുന്നത് എന്ന്. അന്നേരം ഈ മക്കയിലെ മുശ്രിക്കുകളായിട്ടുള്ള ആളുകൾ അവർ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരു കരാറ് വാങ്ങുകയാണ്. നിങ്ങൾ ഞങ്ങൾക്കെതിരിൽ യുദ്ധം ചെയ്യുകയില്ല എന്നും നിങ്ങൾ നേരെ മദീനയിലേക്ക് പോകുമെന്നും അള്ളാഹുവിൻ്റെ പേരിൽ ഞങ്ങളോട് കരാറ് ചെയ്യുകയാണ് എങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഇവിടെ നിന്ന് വിട്ടയക്കാമെന്ന് പറഞ്ഞു. ഹുദൈഫ റളിയല്ലാഹു അൻഹു അതനുസരിച്ചു, അള്ളാഹുവിൻ്റെ പേരിൽ കരാറ് ചെയ്തു. അങ്ങനെ അവരെ വിട്ടയച്ചു. പക്ഷേ ഹുദൈഫ റളിയല്ലാഹു അൻഹുവും പിതാവും നേരെ പോയത് ബദറിലേക്കാണ്, പ്രവാചകൻ്റെ അടുക്കലേക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിവരം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിവരം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മുൻസരിഫാ, നിങ്ങൾ തിരിച്ചു പോകണം, നിങ്ങൾ മടങ്ങിപ്പോകണം, നിങ്ങൾ മദീനയിലേക്ക് തിരിച്ചു പോകണം, അവരുമായി നടത്തിയ കരാർ നിങ്ങൾ പാലിക്കണം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടാണ് ഈ പറയുന്നത്? പ്രവാചകൻ്റെ രഹസ്യ സൂക്ഷിപ്പുകാരനായ രാഷ്ട്രമീമാംസയുടെ വിഷയത്തിൽ പ്രവാചകൻ കൂടിയാലോചനകൾ നടത്താറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഹാബിയാണ്. ഈ യുദ്ധരംഗത്ത് പോലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെയധികം വിലമതിപ്പുള്ള ഒരു സാഹചര്യത്തിലാണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു 2 ആളുകളെ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ആ യുദ്ധരംഗം കൊഴുപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് അവിടെ ഉടമ്പടി പാലിക്കാൻ, കരാറ് പാലിക്കാൻ വേണ്ടിയിട്ട് അതിൽ വഞ്ചന ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സഹാബിയെ അവിടെ മദീനയിലെ ബദറിൽ നിന്ന് മദീനയിലേക്ക് അവർ തിരിച്ചയക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം, എന്താണ് ഈ ഹദീസ് നൽകുന്ന പാഠം? ഇത് സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസാണ്. ഈ ഹദീസ് നൽകുന്ന പാഠത്തിൽ പണ്ഡിതന്മാർ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതായത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് വിശ്വാസവഞ്ചന നടത്തുക എന്ന് പറയുന്നത് അത് അനുവദിക്കുന്ന ഒരു കാര്യമല്ല, അത് പാടില്ലാത്ത ഒരു വിഷയമാണ് എന്നർത്ഥം. ഇവിടെ ഇന്ത്യ രാജ്യത്ത് നമ്മൾ ജീവിക്കുന്നത് ഒരു ബഹുസ്വര സമൂഹത്തിലാണ്. ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാണ് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനികളും ജൈനനും സിഖുകാരും മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാവരും ഒന്നടങ്കം ഐക്യത്തോടു കൂടിയിട്ട് നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമ്മുടെയൊക്കെ ഇടയിൽ നിലനിൽക്കുന്ന ഒരു കരാറിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ആ കരാർ എന്താണ്? സ്വാഭാവികമായിക്കൊണ്ടും എല്ലാവരും പറയും ആ കരാർ ഇന്ത്യൻ ഭരണഘടനയാണ് എന്ന്. ആ ഇന്ത്യൻ ഭരണഘടന ഇല്ല എങ്കിൽ, അങ്ങനെ ഒരു കരാറില്ല എങ്കിൽ മേൽക്കോയ്മകൾ പ്രകടിപ്പിച്ചുകൊണ്ട് ഈ നാട്ടിൽ അശാന്തി പടർന്ന് പന്തലിക്കുകയും ഒരുപാട് വിപ്ലവങ്ങളും കുഴപ്പങ്ങളുമൊക്കെ ഉണ്ടായിക്കൊണ്ട് ഓരോ ആളുകൾ അവരവർക്ക് തോന്നുന്ന രൂപത്തിൽ ജീവിക്കാൻ ഇവിടെ ഈ രാജ്യം ആ രൂപത്തിലേക്ക് ജീവിതം നയിക്കാൻ ഈ രാജ്യത്തെ ഉപയോഗപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അങ്ങനത്തെ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഇല്ലാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഏക ഉത്തരം ഇന്ത്യൻ ഭരണഘടനയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഒരു ഭരണഘടന സ്വന്തമായിട്ട് നമ്മുടെ രാജ്യത്തിനുണ്ടായിരുന്നില്ല. ഏതാണ്ട് 3 വർഷത്തോളത്തെ കഠിനമായിട്ടുള്ള പ്രയത്നങ്ങളുടെയും ഡിബേറ്റുകളുടെയും അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ നിയമ നിർമ്മാണ സമിതിയിലേക്ക് ഇന്ത്യ രാജ്യത്ത് നിന്ന് 12 സ്റ്റേറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ, ആ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ ചർച്ചകൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടതാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. അതിന് നേതൃത്വം നൽകിയ മഹാനായ അംബേദ്കർ ഉണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളുണ്ട്. ആ കൂടെയുള്ള ആളുകൾ അതുപോലെ തന്നെ അംബേദ്കർ ഇവരെല്ലാവരും ഉൾപ്പെടുന്ന ആളുകളിൽ മതവിശ്വാസികളും അല്ലാത്തവരുമുണ്ട്. ഇന്ത്യൻ മുസ്ലിമുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാരായിട്ടുള്ള അബുൽ കലാം ആസാദിനെ പോലെ പരിശുദ്ധ ഖുർആനിൻ്റെ പരിഭാഷപ്പെടുത്തിയ തഫ്സീർ രചിച്ച മഹാനായിട്ടുള്ള ഒരു പണ്ഡിതനാണ് അദ്ദേഹം അതിൽ ഭാഗവാക്കാണ്. അതേപോലെ തന്നെ ഒരുപാട് പ്രദേശങ്ങളിൽ നിന്ന് മുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകളും ആ നിയമനിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഭരണഘടന ഇന്ത്യയിൽ രൂപം കൊണ്ടത്. നമ്മുടെ നാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുകയാണ് എങ്കിൽ മദിരാശിയിൽ നിന്നും വിജയിച്ചു പോയ കോഴിക്കോട്ടുകാരനായ അഡ്വക്കേറ്റ് പോക്കർ സാഹിബ്, അദ്ദേഹമാണ് മുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് മലബാറിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. ആ ഒപ്പാണ് നമ്മുടെ കരാറ്. ആ കരാറിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കണം ഇന്ത്യ രാജ്യത്ത് നമ്മൾ ജീവിക്കുന്നത്. ആ ഇന്ത്യ രാജ്യത്ത് എങ്ങനെ ഏറ്റവും നല്ല ഒരു മുസ്ലിം ആയിക്കൊണ്ട് ജീവിക്കാൻ എല്ലാ നിലക്കുമുള്ള ഒരു സ്വാതന്ത്ര്യം ഇവിടെ നൽകുന്നുണ്ട്. ഏറ്റവും നല്ല ഹിന്ദു ആയിട്ട് ജീവിക്കാൻ ഒരു ഹിന്ദുവിന് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. ഏറ്റവും നല്ല ക്രിസ്ത്യാനിയായി ജീവിക്കാൻ ക്രിസ്ത്യാനികൾക്കും ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. മതമില്ലാത്തവനായിട്ട് ജീവിക്കാൻ അങ്ങനെയുള്ള സ്വാതന്ത്ര്യവും ഈ നാട് നൽകുന്നുണ്ട്. സഹോദരങ്ങളെ, ആ സ്വാതന്ത്ര്യമാണ് നമ്മൾ ഉദ്ദേശിച്ച നിയമ നിർമ്മാണ സഭയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഇന്ത്യൻ ഭരണഘടന എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ ഭരണഘടന അനുസരിച്ച് ജീവിക്കൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർബന്ധമാണ് എന്ന് ഈ ഹദീസുകൾ നമുക്ക് പറഞ്ഞു തരുന്നു, ഈ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നു. ഒരു മുസ്ലിം ഒരിക്കലും ഒരു കരാർ ലംഘിക്കുന്നവനാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഹുദൈബിയ സന്ധി പോലെയുള്ള പ്രവാചകന്റെ ജീവിതത്തിലെ വളരെ ശക്തമായിട്ടുള്ള കരാറുകളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിൽ ജീവിക്കുന്ന, ഇന്ത്യ രാജ്യത്ത് ഉടലെടുത്ത ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞത് ഇന്ത്യ രാജ്യത്ത് ഒരു മുസ്ലിം ജീവിക്കുന്നത് കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ കരാറിനെ വഞ്ചിച്ചുകൊണ്ട്, ആ കരാറിനെ ചതിച്ചുകൊണ്ട് ഒരു മുസ്ലിം അതിനെതിരായിക്കൊണ്ട് ഇന്ത്യ രാജ്യത്ത് ജീവിക്കാൻ പാടില്ല എന്ന് സഹോദരങ്ങളെ ഖുർആനിൻ്റെയും ഹദീസുകളെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട പണ്ഡിതന്മാരെ വിഷയം ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനം ഒരു മുസ്ലിമിൽ നിന്നുണ്ടാകുന്നത് അത് അനീതിയാണ്, അത് വഞ്ചനയാണ്. ആ വഞ്ചന, ആ ഒരു അനീതി മുസ്ലിം പ്രകടിപ്പിക്കാൻ പാടില്ല എന്നാണ്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് തല്ലുന്ന ആളുകളെ അങ്ങോട്ട് തിരിച്ചു തല്ലുക,
ഇങ്ങോട്ട് കൊല്ലുന്ന ആളുകളെ അങ്ങോട്ട് തിരിച്ചു കൊല്ലുക എന്നൊക്കെ പറയുന്ന ഒരു രീതി അത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ അതിന് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് അംഗീകരിക്കാൻ നിർവാഹമില്ല. പരിശുദ്ധ ഖുർആൻ അതിനെതിരാണ്, ഹദീസുകളും അതിന് എതിരാണ്. എന്നാൽ നമ്മളൊന്ന് ആലോചിക്കുക, എൻ്റെ വീട്ടിലേക്ക് ഒരു സംഘം ആളുകൾ കയറി വരുന്നു, എൻ്റെ വീട്ടുകാരെ മർദ്ദിക്കുകയാണ്, എൻ്റെ സ്വത്തും സമ്പത്തുമൊക്കെ എടുത്തുകൊണ്ടു പോകാൻ വേണ്ടിയിട്ട് ആക്രമണം നടത്തുകയാണ് എങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള നിയമം ഇന്ത്യ രാജ്യത്തുണ്ട്. ആ പ്രതിരോധത്തിൽ എന്നെ ആക്രമിക്കാൻ വന്ന ആളെ ഞാൻ കൊലപ്പെടുത്തുകയാണ് എങ്കിൽ ഞാൻ നിയമത്തിന് മുമ്പിൽ കുറ്റവാളിയല്ല. ഇത് ഇന്ത്യ രാജ്യവും അംഗീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ജിഹാദായിക്കൊണ്ടാണ് ഈ സമ്പത്തും അതുപോലെ തന്നെ വീട്ടുകാരെയും ഒക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ നടത്തുന്ന ആ ധർമ്മസമരം അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഒരു ജിഹാദായിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിചയപ്പെടുത്തുന്നത്. ഇത് ഭരണഘടനയ്ക്കും വിരുദ്ധമല്ല, നമ്മുടെ നാടിനും അതുപോലെ ഇസ്ലാമിക പ്രമാണങ്ങൾക്കും വിരുദ്ധമല്ല. എന്നാൽ സഹോദരങ്ങളെ, എൻ്റെ വീട്ടിലേക്ക് അതിക്രമിച്ചു വന്ന ആളുകൾ എൻ്റെ കുടുംബക്കാരെയൊക്കെ ആക്രമിച്ചുകൊണ്ട് അവർ തിരിച്ചുപോയി കഴിഞ്ഞാൽ ഞാൻ സംഘടിച്ചുകൊണ്ട് സംഘം ചേർന്നുകൊണ്ട് ആ അക്രമികളായിട്ടുള്ള ആളുകളെ തെരഞ്ഞുപിടിച്ച് ഞാൻ അവരെ തിരിച്ച് ശിക്ഷ നടപ്പിലാക്കുകയാണ് എങ്കിൽ ആ ഒരു കാര്യം ഇന്ത്യ രാജ്യത്ത് നമ്മൾ ചെയ്താൽ അത് കുറ്റമാണ്, തെറ്റുകാരനാണ്. ആ ഒരു കാര്യം ഞാൻ ഇസ്ലാമിക പ്രമാണങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് ചെയ്യുകയാണ് എങ്കിലും സഹോദരങ്ങളെ ഞാൻ കുറ്റക്കാരനാണ്, തെറ്റുകാരനാണ് എന്നർത്ഥം. അത് നിയമമാണ്, നിയമപാലകരാണ്, ഒരു രാജ്യത്തെ നിയമ സംവിധാനമാണ് ആ വിഷയങ്ങളിൽ ഇടപെടേണ്ടത്. അവരാണ് ആ കാര്യം തീരുമാനിക്കേണ്ടത്. ഇവിടെ നീതിപൂർവകമായിട്ട് അത് ലഭിച്ചിട്ടില്ല എങ്കിൽ അത് അള്ളാഹുവിലേക്ക് വിടണം. ആ വിഷയങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹുവിൻ്റെ ഖുർആൻ അനുസരിച്ചുകൊണ്ട് ഹദീസുകൾ അനുസരിച്ചുകൊണ്ട് മാതൃകയാക്കിക്കൊണ്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആൻ നൽകുന്ന സന്ദേശം. അതാണ് പരിശുദ്ധ ഖുർആനിൻ്റെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതാണ് മൂസാ നബി അലൈഹിസ്സലാം ഒരാളെ കൊലപ്പെടുത്തിക്കൊണ്ട് നാട് വിട്ടുപോയ ചരിത്രം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. എന്താ മൂസാ നബിയെ ചെയ്തത്? തൻ്റെ അനുയായികളായിട്ടുള്ള ആളുകളെ മർദ്ദിക്കുന്നത് കണ്ടപ്പോൾ മൂസാ നബിയുടെ അടുത്ത് ന്യായമുണ്ടായിട്ട് പോലും മൂസാ നബി അലൈഹിസ്സലാം ആ ആളെ ഒരു അടി അടിച്ചു. പക്ഷെ അയാൾ മരണപ്പെട്ടു പോയി. അതിൽ പേടിച്ചുകൊണ്ട് ഭരണമില്ലാത്ത അധികാരമില്ലാത്ത മൂസാ നബി അലൈഹിസ്സലാം ആ നാട് വിട്ട് ഓടിപ്പോയി. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞത് ഇന്നി വലംതു നഫ്സി എന്നാണ്. ഞാൻ എൻ്റെ നഫ്സിനോട്, എൻ്റെ ദേഹത്തോട് ഞാൻ അക്രമം ചെയ്തു പോയി എന്നാണ് പറഞ്ഞത്. അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി പ്രാർത്ഥിച്ചു. അള്ളാഹു പുറത്തു കൊടുത്തു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അതൊരു പാപമായതുകൊണ്ടാണ് പുറത്തു കൊടുത്തത്. ഒരാളെ കൊലപ്പെടുത്തുക എന്ന് പറയുന്നത് അവിടെ ന്യായമന്യായം എന്ന് പറയുന്ന ഒരു വിഷയം സഹോദരങ്ങളെ നമ്മുടെ കയ്യിൽ അധികാരമുണ്ട് എങ്കിലാണ് ആ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ ന്യായവിധി കൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതില്ല എങ്കിലോ അവിടെ ഓരോ ആളുകളും അവരുടേതായിട്ടുള്ള നിയമങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത് ഒരു നാട്ടിൽ ഏറെ അശാന്തി ഉണ്ടാക്കുന്നതാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മൂസാ നബി പിന്നീട് പ്രവാചകനായിക്കൊണ്ട് തിരിച്ചു വരുന്നുണ്ട്. പ്രവാചകനായിട്ട് തിരിച്ചു വന്ന് ഫിർഔനിനെയും അതുപോലെ തന്നെ അവിടുത്തെ അധികാരവർഗത്തെയും ഒക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. ആ ചരിത്രമൊക്കെ നമുക്കറിയാം. ജീവിച്ചിരിപ്പുള്ള മൂസാ നബി ആ ഒരു കൊലപാതകം ചെയ്തതിൽ ഖേദിച്ചു, അതൊരു പാപമാണ് എന്ന് പറഞ്ഞു, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തു. എന്നാൽ മരണാനന്തരമുള്ള മൂസാ നബിയുടെ ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുന്നുണ്ട്. അതായത് നാളെ പരലോകത്ത് ശുപാർശയ്ക്ക് വേണ്ടിയിട്ട് ജനങ്ങൾ മൂസാ നബിയെ സമീപിക്കുമ്പോൾ എനിക്ക് അധികാരമില്ലാതിരുന്നൊരു വിഷയത്തിൽ ഒരാളെ കൊലപ്പെടുത്തിയിട്ടുണ്ട്, എൻ്റെ വിഷയത്തിൽ എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുക എന്ന് എനിക്കറിയുകയില്ല, അതുകൊണ്ട് നിങ്ങൾ ഈസയെ സമീപിക്കൂ എന്ന് പറയുന്നുണ്ട്. ഈസാ നബി അലൈഹി സ്വലാമിയെ പോയിക്കൊണ്ട് നിങ്ങൾ ഈ കാര്യം സംസാരിക്കൂ, എന്നോട് ചോദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ശുപാർശ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയന്ന മൂസാ നബി അലൈഹി സ്വലാമിയെ ഇസ്ലാമിക പ്രമാണം നമ്മളുടെ മുമ്പിലേക്ക് കാണിച്ചു തരികയാണ്. എന്തുകൊണ്ട്? നാളെ പരലോകത്ത് വിചാരണ നാളിൽ മൂസാ നബി അലൈഹി സ്വലാം ഭയപ്പെടുന്നു. അധികാരമില്ലാതിരുന്ന ഒരു സ്ഥാനത്ത് ഒരാളെ കൊലപ്പെടുത്തിയത് അതൊരു പാതകമായിക്കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാം മനസ്സിലാക്കി. ഖുർആൻ അത് പരിചയപ്പെടുത്തി, ഹദീസുകൾ അത് പരിചയപ്പെടുത്തി. ഈ രൂപത്തിൽ ആ സഹോദരങ്ങളെ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരു മുസ്ലിമും ഈ വിഷയത്തെ നോക്കിക്കാണേണ്ടത്. നമ്മുടെ മുമ്പിൽ അധികാരമുണ്ട് എങ്കിൽ ആ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭരണാധികാരിയാണ് അവിടെ തീരുമാനിക്കേണ്ടത് ഏതൊക്കെ രൂപത്തിലാണ് ശിക്ഷ നടപ്പിലാക്കേണ്ടത് എന്നുള്ളത്. ഇസ്ലാമിക ഭരണമുണ്ട് എങ്കിൽ ഇസ്ലാമിക രീതിയിൽ ശിക്ഷ നടപ്പിലാക്കും. അതല്ല എങ്കിൽ ആ രാജ്യത്തുള്ള നിയമം എന്താണോ അതിനനുസരിച്ച് കൊണ്ടുള്ള ശിക്ഷ നടപ്പിലാക്കുന്നത്. അതുമായി സഹകരിച്ചു കൊണ്ടാണ് ഒരു മുസ്ലിം ഇവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് ആ നിയമങ്ങൾക്കെതിരായി കൊണ്ടൊരു മുസ്ലിം പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളത് സഹോദരങ്ങളെ ബദർ നൽകുന്ന സന്ദേശം ഇതാണ്.
ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ചരിത്രങ്ങൾ ആവേശമുണ്ടാക്കിക്കൊണ്ട് വാളെടുക്കാനും തോക്കെടുക്കാനുമൊക്കെ ആ ചരിത്രം ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ അവിടെ നീതിപൂർവകമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആ ഒരു വിഷയം വഞ്ചന കാണിക്കാതെ, ചതി കാണിക്കാതെ സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ സ്വഹാബത്തിനെ ഉത്ബുദ്ധരാക്കിയിട്ടുള്ള പാഠം അത് ബദർ നൽകുന്ന സന്ദേശമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ റമളാൻ മാസം എന്ന് പറയുന്നത് ക്ഷമയുടെയും സഹനത്തിൻ്റെയും മാസമാണ് എന്ന് പറയുമ്പോൾ അതോടൊപ്പം തിരിച്ചറിയേണ്ടതുണ്ട്, ബദർ യുദ്ധത്തിൻ്റെ, റമളാൻ മാസത്തിലെ ബദർ യുദ്ധത്തിൻ്റെ ചരിത്രം നമ്മളുടെ മുമ്പിലേക്ക് കാണിച്ചു തരുന്നത് സഹോദരങ്ങളെ, അത് അനീതിയും വഞ്ചനയും അക്രമവും ചതിയും ഒന്നും പാടില്ല എന്ന ആ ബദറിൻ്റെ സന്ദേശം ഇതാകട്ടെ ഇന്ന് നമ്മളൊരു ആവേശമായിട്ട് സ്വീകരിക്കേണ്ടത്. ഈ ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു മാതൃക ബദർ ദിനത്തിൽ ഇതാണ് ഇവിടെ നൽകാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല ഒരു മുസ്ലിമായിക്കൊണ്ട് ഈ ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. മാതൃകാപരമായിട്ടുള്ള ഒരു ജീവിതം നയിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഒരു യഥാർത്ഥ മുത്തക്കിയായിക്കൊണ്ട് മരണം വരെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. വാഹിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.